ഇന്നത്തെ ആളുകൾക്ക് ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം പിന്നെ അവരെക്കാൾ തെറ്റുകൾ കൂടുതൽ ചെയ്ത് പരിചയം എനിക്കുണ്ട്. കാരണം എൻ്റെ അത്ര ഫ്ലോപ്പൊന്നും ഒരിക്കലും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇനി ഇനി സിനിമയുടെ എണ്ണം കൂട്ടണ്ട. ചിലപ്പോൾ സന്തോഷം തരുന്ന വർഷത്തിൽ 2 പടമായിരിക്കും ഭാവിയിൽ സംഭവിക്കുക, മതി, ഞാനതിൽ ഹാപ്പി ആയിരിക്കും. എനിക്ക് സിനിമകളുടെ എണ്ണം കൂട്ടി ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭക്ഷണം തരാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഇതിൽ. ഞാൻ ചിലപ്പോൾ വർഷത്തിൽ 4 പടമായിരിക്കാം, ചിലപ്പോൾ അത് 6 പടമാവാം, 8 പടമാവാം. കാരണം എക്സൈറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചിലപ്പോൾ ഒരു വർഷം 8 വന്നേക്കാം, ഞാൻ ചെയ്യും. ഒരെണ്ണം വന്നല്ലോ, അതുമാത്രം മതി, അതേ ഞാൻ ചെയ്യുള്ളൂ. എന്താണെങ്കിലും നമ്മളൊരു ജോലി ചെയ്തിട്ട് അവൻ ആ സിനിമയിൽ എന്തിനാണ് പോയി ചെയ്തത് എന്ന് ചോദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സിനിമ ഞാൻ ഭാവിയിൽ ചെയ്യില്ല. അതെനിക്കറിയില്ല. എനിക്ക് പാഷനാണ് മുഖ്യം, സാമ്പത്തികമല്ല മുഖ്യം. അത് സാമ്പത്തികം ഞാൻ കണ്ടുകൊണ്ട് സിനിമയിലേക്ക് വന്നവനല്ല. എൻ്റെ മനസ്സിൽ സിനിമ കുറേ വർഷങ്ങളായിട്ട്, അത് എനിക്ക് തോന്നുന്ന പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, കുറേ വർഷങ്ങളായിട്ട് ജന്മമെടുത്ത കാര്യം തന്നെയാണ്. എത്തപ്പെട്ടത് 21ാമത്തെ വയസ്സിലാണ്. പക്ഷേ അതിനും മുമ്പും സിനിമ ഒരുപാട് മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറേ അധ്വാനിച്ച് കിട്ടിയ ഒന്നാണ്. അധ്വാനിച്ച് കിട്ടുന്ന ഒന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, പ്രൊഡ്യൂസർ ആയതെന്ന് പറയുന്നത് പുണ്യാളം വരുന്നു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കാം, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇത് ഈ റൂട്ട് എനിക്ക് ശരിയാണ്, അല്ലെങ്കിൽ രഞ്ജിത്ത് ഉടനെ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യാം, ഞാനൊന്നുമില്ല എന്നെനിക്ക് പറഞ്ഞാൽ പോരെ. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് അങ്ങനെ തോന്നിയില്ല ആ സമയത്ത്? ഞാനിരുന്ന് ആലോചിച്ചപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞ രഞ്ജിത്തൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പുണ്യാളം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ സിനിമകളും, ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ ജെനുവിൻ പ്രോജക്ട്സ് മാത്രമേ തിയേറ്ററിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന സിനിമകൾക്ക് അത്യാവശ്യം തിയേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല സിനിമ വരുമ്പോൾ തന്നെ വേറെ കുത്തിയൊഴുക്കിൽ വേറൊരു പടം വരുമ്പോൾ ഇതെടുത്ത് മാറ്റും. അപ്പോൾ നല്ല സിനിമ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരു നല്ല സിനിമയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എന്താ പറയുക, ആ കപ്പാസിറ്റിയുള്ള പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഈ പടം ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. കാരണം അല്ലെങ്കിൽ സാറ്റലൈറ്റ് എമൗണ്ട് എന്നും പറഞ്ഞിട്ട് ആയിരുന്നു ഒരു കാലത്ത് സിനിമ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരും സ്ക്രൂട്ടനൈസ് ചെയ്തു തുടങ്ങി. അവർക്ക് നല്ല സിനിമകൾ മാത്രമേ അവരെടുക്കുന്നുള്ളൂ. അപ്പോൾ ജെനുവിനായിട്ടുള്ള പ്രൊജക്ട്സ് മാത്രമേ ഇനി വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ നന്നായിരിക്കും, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നന്നായിരിക്കും, ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിനിമയായിരിക്കും. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ മിസ്യൂസ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കാരണം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് പേരുടെ എഫേർട്ട് ഈ സിനിമയിലുണ്ട്. അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു താരം ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിനെ മാത്രമല്ല ഞങ്ങളെയും കൂടി ഒന്ന് സ്നേഹിക്കണം. കാരണം നമ്മൾ നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെ സാഡിസം ആയിരിക്കും. പടമാണ് എന്ന് പറയുന്നത് അയാൾ നല്ല പടമാണെന്ന് അറിയി കഴിഞ്ഞാണെങ്കിൽ 2 പേരും കൂടി അഡീഷണലായിട്ട് വന്ന് കാണില്ലേ. പക്ഷേ എന്തൊക്കെ വന്നാലും, അങ്ങനെയൊക്കെ എഴുതിയാലും, മോശം സിനിമയാണെന്നൊക്കെ എഴുതിയാലും, ഈ ചില നല്ല മനസ്സുകളെ വിശ്വസിക്കുന്ന വേറെ കുറേ നല്ല മനസ്സുകളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്തൊക്കെ വന്നാലും വാല്യുബിൾ ആവുള്ളൂ പിന്നീട്. നല്ല സിനിമയാണെങ്കിൽ എന്തായാലും ഓടും, ആരൊക്കെ തോപ്പിക്കാനൊക്കെ ശ്രമിച്ചാലും. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ നെറ്റ്വർക്ക് ആണ് എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു നല്ലൊരു ശതമാനം മാർക്കറ്റിംഗ് നടക്കുന്നത് FBയിലൂടെയൊക്കെ തന്നെയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് വന്നത് എന്തുകൊണ്ടും നന്നായി. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു ട്രെയിലർ ഇട്ട് ചാനലിലൊക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടൈമിങ്ങിലൊക്കെയാണ്. ആ ടൈമിങ്ങിൽ ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റണമെന്നില്ല. ഇത് അമേരിക്കയിലുള്ളതാണെങ്കിലും ദുബായിലാണെങ്കിലും എവിടെ പോയിലുള്ള ആളുകളുടെ അവർക്ക് ഇഷ്ടമുള്ള പേരിന്ന് കാണാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. സോഷ്യൽ നെറ്റ്വർക്കിന് നല്ല രീതിയിലും കൂടി യൂസ് ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഇന്ന് സിനിമയെ ഭ്രാന്തമായിട്ടാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ സംഭവിക്കുന്നത് ഇവിടെ. ഇന്ന് കൂട്ടായ്മ, ഒരു ഇടക്കാലത്ത് എപ്പോഴും കൂട്ടായ്മ നഷ്ടപ്പെട്ടിരുന്നു എന്ന് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കൂടി ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണം, നമുക്ക് ഇന്ന പാറ്റേൺ സിനിമകൾ ചെയ്യണം. കാരണം ഇന്ന് അവർക്ക് എക്സ്പോഷർ കൂടുതലല്ലേ. വിദേശ സിനിമകൾ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പോൾ അവരുടെ മനസ്സ് വളരെയാണ്. അവർ കോഫി ഷോപ്പിലിരുന്നിട്ടാണെങ്കിലും അവർ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണെങ്കിലും അവരവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. എല്ലാവരുടെയും ഈഗോയൊന്നുമില്ലാത്ത ഒരു എന്താ പറയുക, പുതിയ ജനറേഷനാണ്. എന്തും ആരോടും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സുകൾ വലുതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കുറേ നല്ല സിനിമകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ചെറുപ്പക്കാരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിംസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലിബറുള്ള പിള്ളേരെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അവരൊക്കെ സിനിമയിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. റൈറ്റേഴ്സ്, പുതിയ റൈറ്റേഴ്സ് ഉണ്ട്, പുതിയ ഡയറക്ടേഴ്സ് പുറത്തുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ്. അത് നിങ്ങൾ തന്നെ എന്താ പറയുക, ട്രൈ ചെയ്ത് സിനിമയിലേക്ക് എത്തണം എന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെ ആഗ്രഹം. ചിലപ്പോൾ ഒരുപാട് വാതിലുകൾ മുട്ടേണ്ടി വരും, പക്ഷെ നമുക്കായിട്ടൊരു വാതിൽ എവിടെയെങ്കിലും തുറന്നു. നമ്മുടെ പണ്ട് നമുക്ക് വിരലിലെണ്ണാവുന്ന ചാനലുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരിക്കലും എണ്ണിത്തീരാൻ പറ്റാത്ത അത്ര ചാനലാണുള്ളത് അല്ലേ. അങ്ങനെ നമുക്ക് എല്ലാ ചാനലിലും കയറി ഇറങ്ങി ഈ പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കും ബോറടിക്കും, ആളുകൾക്കും ബോറടിക്കും. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ചാനലുകളുടെ എല്ലാ ഷോയ്ക്കും നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അല്ലാതെ എല്ലാ ഷോയ്ക്കും ആളുകൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും അവരുടെ ഇഷ്ടത്തോടു കൂടിയല്ലേ പോവുള്ളൂ. അപ്പോൾ അവർ വിശ്വസിക്കുന്ന എല്ലാ ചാനലുകളെയും എല്ലാ താരങ്ങളെയും കാണും.